അതിന് വലിയ നാരങ്ങയുണ്ടോ, ഈ നാരങ്ങ അച്ചാറുണ്ടാക്കുമ്പോൾ നാരങ്ങ കറി എന്നാണ് പറയുന്നത്, ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നാരങ്ങ, ഒരു ചെറിയ നാരങ്ങ, വലിയ നാരങ്ങയുടെ ഒരു മീഡിയം സൈസ് നാരങ്ങയുണ്ടത്, നമുക്കത് മുറിച്ചെടുക്കാം. ഞാൻ നേരെ പകുതിയായിട്ട് മുറിക്കാം. ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയാം. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. എല്ലാവർക്കും അറിയാത്തിൽ അരിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിനെ കണ്ടോ, അപ്പം ഇങ്ങനെ വരും. ഇങ്ങനെയാണ് കഷ്ണം നമ്മൾ അരിഞ്ഞിടേണ്ടത്. ബാക്കിയെല്ലാം അങ്ങനെ മുറിച്ചിടാം. നമ്മൾ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. ചീനിച്ചട്ടിയോ ചട്ടിയോ എന്ത് വേണമെങ്കിലും വയ്ക്കാം. അടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചെടുക്കുകയാണ്. ചൂടായിട്ടുണ്ട്. നമുക്ക് കടുകിടാം. കടുക് കൂട്ടി നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. വെച്ച നാരങ്ങ അതിനോട് ചേർത്ത് ഒരു 2 വെളുത്തുള്ളി ഒന്നരിഞ്ഞ് അതിനകത്തിടാം. 2 വെളുത്തുള്ളി നീളത്തിലരിഞ്ഞ് വേണം അങ്ങനെ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പച്ചമുളകും നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം. പോവാണ് ആവശ്യത്തിന് കൊടുക്കുക. ഇതൊന്ന് ചെറുതായിട്ട് വാടി വരട്ടെ. നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കായംപൊടി, ഇനി അടുത്ത് നമുക്ക് മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട്. ഇത്ര ഇതിന് ഓരോന്നിനും ഓരോ അളവല്ല, അളവനുസരിച്ചിടാം. 1 സ്പൂൺ മുളക് പൊടി. ഇനി നമുക്കിതൊന്നും കൂടെ നന്നായിട്ട് വറ്റി കൊടുക്കാം. ചിലർ പുളി പിഴിഞ്ഞൊഴിക്കാറുണ്ട്. അത് നമുക്ക് ഒട്ടും പുളിയില്ലാത്ത നാരങ്ങയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. പുളിയുള്ള നാരങ്ങയാണെങ്കിൽ വീണ്ടും പുളി ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ഇത് വേണമെങ്കിൽ ഒന്ന് ഇച്ചിരി നീട്ടിയെടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല തിളച്ച വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് വേണമെങ്കിൽ എടുക്കാം. ഞാൻ പക്ഷെ അങ്ങനെ എടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഓണത്തിൻ്റെ വലിയ നാരങ്ങയുടെ കറി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ആ നാരങ്ങ അരിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് അതേ നാരങ്ങ അതേ തന്നെ പീസാണ് കേട്ടോ, അതിൻ്റെ ചെറിയ പീസ് മറ്റു നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് കാന്താരി മുളകാണ് ഞാൻ ഇടാൻ പോകുന്നത്. പച്ചമുളക് ഇടാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞുകൊണ്ട്, ഒരു കഷ്ണം വെളുത്തുള്ളി അത് നീളത്തിലരിഞ്ഞിട്ടുണ്ട്, കുറച്ച് കറിവേപ്പിലയുണ്ട്, ഉപ്പുമുണ്ട്. നമുക്കിനി ഇത് വെള്ള നാരങ്ങയുടെ ഇടാൻ പോകുന്നത്. ഇതിനിപ്പോൾ നമ്മൾ അടപ്പത്തൊന്നും വയ്ക്കുന്നില്ല. നേരെ അങ്ങോട്ട് ഇടുന്നു, പാത്രത്തിലോട്ട് ഇടുന്നു. എന്നിട്ട് ഉപ്പിട്ട് കൊടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം കൂടെ ഇട്ട് കൊടുത്തു. കറിവേപ്പില എന്ന് പറഞ്ഞ് ഒന്ന് മുറിച്ചിടാൻ വേണമെങ്കിൽ. ഇനി ഇത് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ഞാൻ ഇച്ചിരി കൂടുതലിട്ട്, കാരണം ഇത് അലിഞ്ഞ് വരുമ്പോൾ നല്ല രസമായി ഇത് കഴിക്കാനായിട്ട്. ഈ മുളക് ഇങ്ങനെ കൂട്ടി കഴിക്കാൻ നല്ല എരിവായിരിക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിലൊന്ന് മിക്സ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഓണത്തിനല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓണം മറ്റന്നാളാണ് ഓണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഉണ്ടാക്കുവാണിത്. പെട്ടെന്ന് തന്നെ അത് ആയിക്കോളും. ഇതിലേക്ക് ഒരൽപ്പം കായം മതി, ഓവറായ കഴിക്കും. നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഞാനിപ്പോൾ കുറച്ച് എടുത്തോളൂ. ഇവിടെ അങ്ങനെ വലിയ നാരങ്ങയൊന്നും വലിയ പ്രിയമൊന്നും ഇല്ല ഈ നാരങ്ങ, അതുകൊണ്ട് കുറച്ച് എടുത്തുള്ളൂ. പിന്നെ നമുക്കതിലേക്ക് ഒരൽപ്പം വിനീഗർ ഒഴിക്കാം. വിനാഗിരി ചുരുക്കാം. ഒരു 1/4 ടീസ്പൂൺ തന്നെ വേണ്ട. നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ലട്ട് ഇത് ഇരിക്കുമ്പോൾ കുറച്ച് വെള്ളം ആയിക്കോളും. തനിയെ വെള്ളം ഇതിൽ നിന്ന് വന്നോളും. അപ്പോൾ നമുക്ക്
ഓണത്തിന് നാരങ്ങ തന്നെ 2 തരം നാരങ്ങയായി അല്ലേ, വെള്ള നാരങ്ങയായി മറ്റേ കറി നാരങ്ങയായി. ഇനി ഇത് ബ്രൗൺ കളറിലും വയ്ക്കാൻ കേട്ടോ വേണം ഇത് നാരങ്ങ, അത് വേറെ രീതിയാണ്. നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഇത്ര നേരം എല്ലാവരും കണ്ടതിന് ഓണത്തിന് എല്ലാവർക്കും നല്ല 2 തരം നാരങ്ങാക്കറി ഉണ്ടാക്കാം. എല്ലാവർക്കും ഓണാശംസകൾ. ഹാപ്പി ഓണം.